സാഹിതിയിലെ അതുപോലെ തന്നെ ലിറ്റററി ഫോറത്തിലെ മുഴുവൻ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. പച്ചത്തുരുത്ത് പഠന കൂട്ടായ്മ ഇത്തരമൊരു പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പച്ചത്തുരുത്തിൽ സാഹിത്യ ചിന്തകളും ഐക്യദാർഢ്യവും എന്ന ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനായി സാഹിതിയും ലിറ്റററി ഫോറവും എടുത്ത താല്പര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാരവാഹികളെ ഉമേഷ് മാഷ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു, അഭിനന്ദിക്കുകയാണ്. പച്ചത്തുരുത്ത് പഠന കൂട്ടായ്മ വളരെ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ തൃശ്ശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള വൃക്ഷസമ്പത്തുകൾക്ക്, സസ്യജാലങ്ങൾക്ക് എന്ത് സംഭവിക്കും, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് പത്രസമ്മേളനത്തിൽ പ്രകാശനം നടത്തുകയും ചെയ്തു. തുടർന്ന് വിവിധ പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പഠന കൂട്ടായ്മയുടെ അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഡോക്ടർ വിദ്യാസാഗർ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അദ്ദേഹം ഫോറസ്ട്രി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡീനാണ്. 33 വർഷമായിട്ട് കാർഷിക സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു. അരിമ്പൂരാണ് താമസിക്കുന്നത്. അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററൊക്കെ തന്നെ പൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ബയോഡൈവേഴ്സിറ്റി പഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പും മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തുന്നൊരു അധ്യാപകൻ കൂടിയാണ് ഡോക്ടർ വിദ്യാസാഗർ. അതുപോലെ തന്നെ ഫോറസ്ട്രി കോളേജിലെ ഡോക്ടർ സച്ചി അരവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഓൺ സൈറ്റിലും റിമോട്ട് സെൻസിങ് വഴിയും മറ്റു നിലയ്ക്കൊക്കെ തന്നെ അതിൻ്റെ മറ്റു പഠനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചത്. ഒരു ചെറിയൊരു സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് മൊത്തത്തിൽ ഈ പഠനം നടന്നത്. ഈ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ മൃഗശാല, ചെമ്പൂക്കാവിലുള്ള മൃഗശാലയിലെ ഏകദേശം 14 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിൽ മ്യൂസിയം അടക്കമുള്ള ആ സ്ഥലത്തുള്ളത്. പക്ഷേ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത് ഏകദേശം 10.43 ഏക്കറിലും ഭേദപ്പെട്ട ജൈവ വൈവിധ്യമുള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ്. അവിടെയുള്ള വൃക്ഷസമ്പത്തിനെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്, സസ്യസമ്പത്തിനെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വിദ്യാസാഗർ മാഷോടെ സൂചിപ്പിക്കുന്നതിനുള്ള ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ മൃഗശാലയിലെ ഈ പച്ചത്തുരുത്തിൻ്റെ ഒരു പ്രാധാന്യവും മറ്റു കാര്യങ്ങളും മാത്രമേ ഞാനിവിടെ ചുരുക്കി സൂചിപ്പിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും അതിൻ്റെ ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ചെമ്പൂക്കാവിലെ മൃഗശാല ഈ 2025 ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടിട്ടില്ല. മൃഗങ്ങൾ കുറേ അവിടെ ഹിപ്പോപ്പൊട്ടാമസ് തുടങ്ങിയുള്ള മൃഗങ്ങൾ അവിടെ തന്നെയുണ്ട്. ജനുവരി ഫെബ്രുവരിയോടുകൂടി മാത്രമേ മാറ്റപ്പെടൂ എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ 140 വർഷം പൂർത്തിയാകുന്നു എന്നതാണ് ആ ചെമ്പൂക്കാവ് മൃഗശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. 1815 ഈ മൃഗശാല 1885 മൃഗശാല ചെമ്പൂക്കാവിൽ വരുന്നത്. ചെമ്പൂക്കാവിൽ വരുന്നതല്ല, തൃശ്ശൂർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രാജ്യത്തെ അന്നത്തെ ദിവാൻ പേഷ്കാറായിരുന്നു ശങ്കരയ്യ എന്ന് പറയുന്നത്. ശങ്കരയ്യ റോഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേ ശങ്കരയ്യ തന്നെയാണ് അന്നത്തെ ദിവാൻ പേഷ്കാറായിരുന്നത്. അപ്പോൾ അന്നത്തെ ആ ദിവാൻ പേഷ്കാർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവുക, ഒരു തോന്നലുണ്ടാവുക. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വളരെ നല്ല മൃഗശാലയും മ്യൂസിയവും അതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു 1850 ശേഷം കാലഘട്ടം. എന്നാൽ കൊച്ചി രാജ്യത്ത് സ്വന്തമായിട്ട് ഒരു മൃഗശാലയോ കാഴ്ച ബംഗ്ലാവോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിനൊരു കാഴ്ച ബംഗ്ലാവും മൃഗശാലയും വേണം എന്നുള്ള മോഹത്തിൽ നിന്നാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് എന്നാണ് ചരിത്രകാരനായിട്ടുള്ള VVK വാലത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭരണാധികാരികൾക്ക് ഇത്തരമൊരു പ്രാധാന്യം, കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസം നൽകുന്ന, പരിസ്ഥിതിയെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ
പ്ലാൻ ചെയ്ത അന്നത്തെ ഒരു ദീർഘദർശി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ശങ്കരയ്യെ പറയാം. അപ്പോൾ ശങ്കരയ്യ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള കത്തുകൾ എഴുതുന്നു. മാത്രമല്ല വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് തൃശ്ശൂരിന് 2.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിയ്യൂർ, ഇന്നത്തെ ജയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ആ പ്രദേശത്ത് അത്യാവശ്യം വൃക്ഷനിബിഡമായ പ്രദേശമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൃഗശാലയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. ദിവാന് കത്തെഴുതുന്നു. ദിവാൻ അതിന് അംഗീകാരം നൽകുന്നു. അങ്ങനെ 1885 വളരെ പരിമിതമായ മൃഗങ്ങളോടുകൂടി അവിടുത്തെ മൃഗശാല ആരംഭിക്കുകയാണ്. പക്ഷെ മൃഗശാല ആരംഭിച്ചെങ്കിലും കാര്യമായിട്ട് ജനങ്ങൾ തുടക്കത്തിൽ വന്നെങ്കിലും പിൽക്കാലത്ത് അത് നിലനിർത്തിയില്ല. അങ്ങനെ വന്നപ്പോൾ ശങ്കരയ്യ എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കാർഷിക വ്യാവസായിക പ്രദർശനം നടത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വമ്പിച്ച കാർഷിക ചന്ത അതിൻ്റെ ഭാഗമായിട്ട് അവിടെ രൂപപ്പെട്ടു. കർഷകരെത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ കാണാൻ കഴിയും. അങ്ങനെ 1885 ആരംഭിച്ച ആ മൃഗശാല വിയ്യൂർ പാർക്ക് എന്ന പേരിൽ അത് കുറേ കാലം നടന്നു. പക്ഷേ 1898 ആവുന്ന സന്ദർഭത്തിൽ ദിവാൻ രാജഗോപാലാചാരി ഭരണം ഏറ്റെടുത്ത സന്ദർഭത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ശങ്കരയ്യ വിരമിച്ചതോടുകൂടി ആ മൃഗശാല വിയ്യൂർ പാർക്കിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ ഓർഡർ ചെയ്യുന്നത് ഇത് അടച്ചുപൂട്ടിക്കോളും, ഇത് നഷ്ടത്തിലായതുകൊണ്ട് തുടരുന്നതിൽ വലിയ കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ അത് മുന്നോട്ട് പോയി. പിന്നീട് ഒരു 10 വർഷം പിന്നീടുള്ള ഒരു 10 വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഈ ഒരു ആശയം പൊരുതി വരുന്നത് 1912 അന്നത്തെ ദിവാനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിനുവേണ്ടി കത്തെഴുതുന്നു. മാത്രമല്ല അന്ന് തൃശ്ശൂർ മ്യൂസിയമില്ല. കൊച്ചി രാജ്യത്തെ മ്യൂസിയം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലുള്ള കൃഷ്ണവിലാസം പാലസിലായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണവിലാസം പാലസിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ വാടക കെട്ടിടങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് അത് മുന്നോട്ട് പോയില്ല. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു പരിമിതിയായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല കടൽക്കാറ്റ് ഏറ്റുന്നതുകൊണ്ട് ഈ മ്യൂസിയം പ്രദർശന വസ്തുക്കൾക്കൊക്കെ തന്നെ നാശം സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ യോർക്കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും മ്യൂസിയം മാറ്റണം എന്നുള്ള ചിന്തയും ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് 1912 വീണ്ടും ഈ മൃഗശാല ചർച്ചകൾ സജീവമാകുന്നു. അങ്ങനെ ദിവാന് എഴുതുന്നു. അങ്ങനെ JW ബോർ പിന്നീട് ദിവാനായിട്ട് വരുന്ന കാലഘട്ടത്തിൽ അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ അവർ പഠിച്ചു. ഒന്ന്, മ്യൂസിയത്തിന് വേണ്ട ഒരു പശ്ചാത്തലം വേണം, നല്ല കടൽക്കാറ്റ് ഏൽക്കാത്ത സുരക്ഷിതമായി പ്രദർശന വസ്തുക്കൾ വയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വേണം. മാത്രമല്ല വിയ്യൂരിലെ ഒരു പോരായ്മയും എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അകലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടൗണിനോട് ചേർന്ന ഒരു പ്രദേശം വേണം, വൃക്ഷനിബിഡമായിരിക്കണം. അങ്ങനെ അവർ കണ്ടെത്തിയ പ്രദേശമാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന ഹാനിങ്ടൺ പാർക്ക് എന്നാണ് അന്നത് അറിയപ്പെട്ടിരുന്നത്. ആ ടൗൺ ഹാളിലുള്ള പ്രദേശം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ശക്തൻ തമ്പുരാൻ്റെ മാവിൻ തോപ്പായിരുന്നിട്ടുള്ള നമ്മുടെ ചെമ്പുക്കാവ് PW തൊട്ട് ഇന്നത്തെ മ്യൂസിയം വരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ മാന്തോപ്പായിരുന്നു ശക്തൻ്റെ. ആ മാന്തോപ്പ് പ്രദേശം ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നു. അതിനെ ലാൻഡ് ബാഗ് തോപ്പെന്നാണ് അന്ന് ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലങ്കോട് കൊട്ടാരം, ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള 4 ഏക്കറിലുള്ള കൊല്ലങ്കോട് കൊട്ടാരം ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നു. ഒപ്പം തന്നെ IN മേനോൻ്റെ ഒരു 4.5 ഏക്കർ പ്രദേശം കൂടി ഏറ്റെടുക്കുന്നു. അങ്ങനെ ടൗൺ ഹാൾ തൊട്ട് ഇന്ന് ചെമ്പൂക്കാവ് പെൻഷൻ മൂല വരെയുള്ള മൊത്തം ഭാഗങ്ങൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു. നല്ല നിബിഡമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു ക്യൂറേറ്ററെ അനന്തനാരായണൻ എന്ന് പറയുന്ന അനന്തശങ്കരയ്യ എന്ന് പറഞ്ഞൊരു ക്യൂറേറ്ററെ നിയോഗിച്ചു. അദ്ദേഹം ഒരു ആർക്കിയോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ഉള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് അല്ലാതെ തന്നെ ഒരു അഡ്വൈസറി ബോഡി എന്ന് രൂപീകരിക്കും. ക്രമാനുഗതമായിട്ട് അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അങ്ങനെ 1915 വീണ്ടും മൃഗശാലയും മ്യൂസിയവും, അതാണ് സ്റ്റേറ്റ് സൂ ആൻഡ് മ്യൂസിയം എന്ന പേരിൽ കൊച്ചി രാജ്യത്തെ എന്ന പേരിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഈ ചെമ്പൂക്കാടുള്ള സ്റ്റേറ്റ് സൂ ആൻഡ് മ്യൂസിയം. അങ്ങനെ അത് അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 140 വർഷത്തെ ഈ ചരിത്രത്തിൽ ഇതിന് ധാരാളം വികാസം ഉണ്ടായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ആകെ വളരെ കുറച്ച് മൃഗങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മൃഗങ്ങളെയൊക്കെ തന്നെ മഹാരാജാസിൽ നിന്ന് ഒരു മലമ്പാമ്പിനെ സംഭാവന കിട്ടി. അതുപോലെ തന്നെ ബറോഡ മ്യൂസിയത്തിൽ നിന്ന് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബറോഡ സൂവിൽ നിന്ന് സിംഹങ്ങളെ കൊടുത്തയച്ചിട്ടുണ്ട് രാജാക്കന്മാർ. അതോടൊപ്പം തന്നെ ഗാലപ്പഗോസ് ഐലൻഡിൽ നിന്ന് ആമകളെ കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെ പരിമിതമായ മൃഗങ്ങളോടുകൂടി ആരംഭിക്കുന്നു. മാത്രമല്ല അവിടുത്തെ വൃക്ഷസമ്പത്തും മൃഗസമ്പത്തും ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുവാൻ അവിടെയുള്ള ക്യൂറേറ്റർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ 140 വർഷം കൊണ്ട് നല്ലൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു മിനി രൂപം അത് ആർജിച്ചു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 140 വർഷത്തിനിടയിൽ ഇത് എത്രയോ തലമുറകളെ സന്തോഷിപ്പിച്ചു, പ്രചോദിപ്പിച്ചു, അവർക്ക് ആനന്ദം നൽകി എന്നുള്ളതാണ്. കാരണം 1915 ഇത് ആരംഭിച്ച ശേഷം അന്ന് 16,000 ആണ് തൃശ്ശൂരിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. 1918 ആകുമ്പോഴേക്കും 36,000 പേര് മൃഗശാല സന്ദർശിച്ചതായിട്ടാണ് രേഖകളൊക്കെ തന്നെ പറയുന്നത്. മാത്രമല്ല 2024-25 ആകുമ്പോഴേക്കും ഏകദേശം 1.5 ലക്ഷം ആളുകൾ ഇവിടെ 3.5 ലക്ഷം ആളുകൾ മൃഗശാല പ്രതിവർഷം സന്ദർശിക്കുന്നു. മാത്രമല്ല 1.5 കോടി വരുമാനവും മൃഗശാല ഉണ്ടാകും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗശാല ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന ഈ സസ്യജാലങ്ങൾ നിലനിന്ന് എന്നർത്ഥം. കാരണം സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങൾക്ക് കാനോപ്പിയുള്ള നല്ല പച്ച തുരുത്തുള്ള ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെ അപൂർവമായുള്ള വൃക്ഷസമ്പത്തുകൾ അവർ കൊണ്ടുവന്നു, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്, എവിടെ നിന്നൊക്കെ കിട്ടാവുന്നതൊക്കെ തന്നെ കൊണ്ടുവന്ന് അവർ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ മൃഗങ്ങളാണ് ഒരു പരിധി വരെ അതിൻ്റെ ഒരു ആവശ്യാർത്ഥം അവിടുത്തെ സസ്യ വൃക്ഷ സമ്പത്തിനെ സംരക്ഷിച്ചത് എന്ന് നമുക്ക് വേണ്ടി പരോക്ഷമായിട്ട് പറയാം. പക്ഷേ ദീർഘദർശിയായിട്ടുള്ള പിന്നീട് വന്ന ഭരണാധികാരികളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. 1985 100 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജന്മശതാബ്ദി ആഘോഷം വളരെ വിപുലമായുള്ള വമ്പൻ പരിപാടികളോടെയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ, അച്യുത മേനോൻ, ആർ ബാലകൃഷ്ണപിള്ള അന്നത്തെ എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് 100ാം വാർഷികം 85 ആഘോഷിച്ചത്. അന്ന് റൗണ്ട് ചുറ്റിക്കൊണ്ടുള്ള വലിയ പ്രകടനങ്ങളൊക്കെ നടന്നായിട്ട് അതിൻ്റെ സ്മരണികയിൽ വളരെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ വളരെ സമ്പന്നമായ ഒരു ചരിത്രമാണ് ഇതുള്ളത്. ഇന്നിപ്പോൾ നമുക്കറിയാം തലമുറകൾ എന്ന് പറഞ്ഞാൽ 3-5 വർഷം കൂടുമ്പോൾ പുതിയ തലമുറ വരികയാണ്. പക്ഷേ അന്നത്തെ ആയുസ്സും പ്രതിശീർഷ ആയുസ്സും മറ്റൊക്കെ നമുക്ക് കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു 20-25 വർഷം കൂടുമ്പോൾ പുതിയ തലമുറ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1915 തൊട്ടുള്ള ഈ ഇത്രയും 125 കൊല്ലത്തെ കാലഘട്ടത്തിനിടയിൽ തീർച്ചയായിട്ടും അതൊരു 10-15 അതിലേറെ തലമുറകളെ, ആ തലമുറയിലെ മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ തന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല രക്ഷിതാക്കളൊക്കെ തന്നെ കുട്ടികളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രധാന വേദിയായിട്ട് നമ്മുടെ ഈ മ്യൂസിയത്തെയും മൃഗശാലയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പച്ചത്തുരുത്തിലെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയും. എന്നാൽ അതിൻ്റെ മറ്റു ചില കാര്യങ്ങളെ കൂടി നമുക്ക് ഇത് സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ ആഗോളതാപനം, ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ മലിനീകരണം വർദ്ധിക്കുന്നു. അപ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ പച്ചപ്പായിട്ടുള്ള ഈ മൃഗശാലയുടെ ഈ പാരമ്പര്യം അത് നഗരത്തിൻ്റെ ഒരു ശ്വാസകോശമായിട്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനായിട്ട് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പച്ചത്തുരുത്ത് പഠന റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, പ്രകൃതിയെക്കുറിച്ചൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വർണ്ണനകൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ കവികളും എഴുത്തുകാരും ഒക്കെ തന്നെയാണ്. ഇവിടെയും ധാരാളം എഴുത്തുകാരും ഒക്കെ തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ എഴുത്തുകളിലും ഒക്കെ തന്നെ വർണ്ണനകൾ പ്രകൃതിയെക്കുറിച്ച് ഉണ്ടായി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ KG ശങ്കരപ്പിള്ളയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു, KV സജയുമായിട്ട്. വളരെ മനോഹരമായിട്ടൊരു അഭിമുഖമായിരുന്നു, വായിക്കേണ്ട ഒന്നാണ്. അതിലെ വൃക്ഷം എന്നുള്ള 1969 അദ്ദേഹം ഇറക്കിയ കവിതയെക്കുറിച്ചും പിന്നീട് ഇറക്കിയിട്ടുള്ള കൊച്ചിയിലെ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ഒരു കവിതയെക്കുറിച്ചും മറ്റൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാവ്യാത്മകമായ ചിന്ത എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വന്നത് എന്ന് KV ശങ്കരപ്പിള്ളയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മരങ്ങളോടൊത്തുള്ള ബാല്യകാലമാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്, ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു ആദർശ വിദ്യാലയമാണ് മരങ്ങൾ എന്നത്. കാരണം മരം ജലം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, ഔഷധം നൽകുന്നു,
വാസസ്ഥലം നൽകുന്നു. ഇങ്ങനെ അത് നൽകാത്തതൊന്നുമില്ല. വ്യത്യസ്തമായ രുചികൾ നൽകുന്നു, വ്യത്യസ്തമായ ഗന്ധങ്ങൾ നൽകുന്നു. ഒരു മരം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരിനും കായ്ക്കും പൂവിനും എല്ലാം തന്നെ വ്യത്യസ്ത രുചികളാണ്. എന്തിന് കരിയിലയ്ക്ക് പോലും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മരത്തിൽ തന്നെ ഇത്തരം വ്യത്യസ്ത അനുഭവങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല അത് വിഭജനത്തിന് അതീതമായിട്ടുള്ളൊരു സംസ്കാരമാണ് മരങ്ങൾ ഉയർത്തുന്നത് എന്നറിയാൻ പറയുന്നത്. കാരണം അതിൻ്റെ പച്ചപ്പരവതാനി എന്ന് പറയുന്നത് മതിലുകളെയും വേലികളെയും ഭേദിപ്പിക്കുന്ന ഒന്നാണെന്നാണ് അറിയാൻ പറയുന്നത്. വളരെ ഉദാത്തമായൊരു സങ്കല്പമാണ്. അതുപോലെ തന്നെ ആഴത്തിൽ പോകുന്ന ഈ വേരുകൾ, അതിന് യാതൊരുവിധ അതിർത്തികളുമില്ല. അത് എത്രയോ ഇടങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ അതിർത്തികളെ ലംഘിക്കുന്ന, വിഭജനങ്ങളെ ലംഘിക്കുന്ന ഒരു മഹത്തായ പൈതൃകം ഈ മരങ്ങൾക്ക്, വൃക്ഷസമ്പത്തിന് ഉണ്ട് എന്നത് KGS വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മരങ്ങളെ ഒരു ആദർശ വിദ്യാലയമായിട്ട് അദ്ദേഹം അതിനെ കാണുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട്. മാത്രമല്ല മരങ്ങൾ ലോകസഞ്ചാരം നടത്തുന്നു എന്നാണ് അദ്ദേഹം കവിതയിലൂടെ പറയുന്നത്. ആ ലോകസഞ്ചാരം മരങ്ങളുടെ നടത്തുന്നത് പക്ഷികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷികൾ അതിൻ്റെ വിത്തുകളും മറ്റും പഴങ്ങളും എല്ലാം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് അതിൻ്റെ സംരക്ഷകരാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആകാശ പറവകൾ ആണ് അതിന് മുൻകൈ എടുക്കുന്നത് എന്ന് തുടങ്ങി നിരവധി ബിംബങ്ങൾ കാവ്യാത്മകമായിട്ട് തന്നെ അദ്ദേഹം ആ കവിതകളിലും അവതരിപ്പിക്കുന്നുണ്ട്, സജീവമായിട്ടുള്ള അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ അനുജൻ ഒരു മരം കയറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മരം കയറുന്ന സന്ദർഭത്തിൽ ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പള്ളിയുടെ ഗോപുരം, മലയുടെ ഉച്ചി ഇങ്ങനെയൊക്കെ തന്നെ കണ്ട് അവിടെ അതിൻ്റെ ഉയരത്തിൽ നിന്ന് ആ കുട്ടികളും വളരെയധികം ഉയരം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ, അച്ഛൻ ഇത്ര മരം കയറി മക്കളെ ഇറങ്ങാൻ പറഞ്ഞ് ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ അവരൊരു പക്ഷേ അറ്റ്ലാന്റിക്കും ആഫ്രിക്കയും ഒക്കെ തന്നെ ഈ ഉച്ചിയിൽ കയറി ദർശിച്ചേനെ എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ വളരെ നല്ലൊരു അഭിമുഖം ഞാൻ ഈ അടുത്ത് വായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കാവ്യാത്മകമായിട്ട് അതിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രകൃതിയിലെ, ഇപ്പോൾ വൈലോപ്പള്ളി ഓണപ്പൂക്കളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്, എടശ്ശേരി പറയുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നമ്മുടെ കവികളും എഴുത്തുകാരും ഒക്കെ തന്നെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്. അതൊക്കെ തന്നെ വേറൊരു ഉദാത്തമായ തലത്തിൽ നമുക്ക് വേറൊരു മാനങ്ങൾ അതിന് നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിന് നൽകുന്നത് കുറേ കൂടി ശാസ്ത്രീയമായിട്ട് ഓരോ വൃക്ഷവും നൽകുന്ന അതിൻ്റെ വസ്തുതകൾ എന്താണ്, അത് മണ്ണിനെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, ജലസമ്പത്തിനെ എങ്ങനെ നിലനിർത്തുന്നു, എങ്ങനെ ഓക്സിജൻ സപ്ലൈ, കാർബൺ ഡയോക്സൈഡിനെ അത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നു, എങ്ങനെ ഒരു കാർബൺ സംഭരണിയായി പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ശാസ്ത്രീയ വശമാണ്. അപ്പോൾ ഈ കാവ്യാത്മകമായ വശങ്ങളും ഈ ശാസ്ത്രീയമായ വശങ്ങളും കൂടിച്ചേരുമ്പോൾ ഒരു മഹത്തായ പൈതൃകം തന്നെയാണ് സത്യത്തിൽ ഈ വൃക്ഷലതാദികൾ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഒരു പൊതു പശ്ചാത്തലം ആയിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ആനുഷംഗികമായിട്ട് പറയുകയാണ്. നമ്മുടെ GDP നമ്മൾ കേൾക്കാറുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് ലോകത്തിൻ്റെ GDP എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം കണക്കാക്കിയിട്ടുള്ള ഒരു $120 ട്രില്യൺ എന്നുള്ളതാണ് 2024-25. ഈ പരിസ്ഥിതിയിലെ വൃക്ഷങ്ങളും മറ്റു സമ്പത്തും നൽകുന്ന അതിൻ്റെ പാരിസ്ഥിതിക സേവന മൂല്യം എന്ന് പറയുന്നത് ഏകദേശം $150 ട്രില്യൺ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മരം, നമ്മൾ മരത്തിന് വില കാണില്ല, പുറത്ത് ഭാഗം വന്നാലും തടി വാല്യൂ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടേക്കാം, 1000, 2000, 10000 വരെ കിട്ടിയേക്കാം. പക്ഷേ ഒരു മരം ചെയ്യുന്ന എക്കോസിസ്റ്റം സർവീസസ്, പാരിസ്ഥിതിക മൂല്യങ്ങൾ, സേവന മൂല്യങ്ങൾ എന്ന് പറയുന്നത് 75,000 ആണ് എന്നാണ് കണക്കാക്കിയത്. ഇത് ശാസ്ത്രീയമായിട്ട് ഡോക്ടർ പി ഇന്ദിരാദേവി എന്ന് പറഞ്ഞ കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക വിഭാഗം കൂടി കൈകാര്യം ചെയ്യുന്ന അഗ്രി എക്കണോമിസ്റ്റ് കൂടിയാണ് അവർ എനിക്ക് അയച്ചു തന്ന ആ കുറിപ്പിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് 75,000 രൂപയുടെ ഒരു മൂല്യം ഓരോ വൃക്ഷത്തിനും ഉണ്ട്. അത് തടിമൂല്യമല്ല, തടിക്ക് വേറെയാണ് നമുക്ക് കണക്കാക്കാം. അത് വിട്ടിട്ട് അത് നൽകുന്ന എക്കോസിസ്റ്റം സർവീസസ്,
അതായത് വെള്ളം, വായു, എന്താ പറയുക, പരാഗണം, ഇങ്ങനെ അത് നിർവഹിക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ എന്ന് പറയുന്നത് 75,000 രൂപയുണ്ട്. ഇനി മറ്റൊന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. 1991 ഈ റെയിൽവേ ലെവൽ ക്രോസിങ് പല സ്ഥലത്തും ഉത്തരേന്ത്യയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ കുറേ മരങ്ങൾ മുറിക്കേണ്ടി വരും. അപ്പോൾ വളരെയധികം പഴക്കമുള്ള ആലുകൾ തുടങ്ങിയിട്ട് ധാരാളം മരങ്ങൾ മുറിക്കേണ്ടി വരും. അന്ന് അത് ഒരു 100 വർഷത്തെ ആയുസുള്ളത്. ഒരു വർഷം 75,000, 100 വർഷം, അത് ഞാൻ വരുന്നതായാലും. അപ്പോൾ ഒരു വർഷത്തിൻ്റെ പ്രതിവർഷ സേവനമാണ് പറഞ്ഞത് 75,000 രൂപ. അത് ഞാൻ വയസ്സ് പറഞ്ഞിട്ടില്ല. ഒരു വയസ്സുള്ള വൃക്ഷത്തിനും ഏറിയോ കുറഞ്ഞ അതിലേക്ക് അടുത്ത് വരാം. പക്ഷേ 100 വയസ്സായുള്ള ഒരു ആരായാലും പേരായാലും നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ 75 ലക്ഷം രൂപയാണ്. അതാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ ശരിയാണ്. ഇനി സുപ്രീം കോടതി വേറൊരു വിധി കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കുകളുടെ ഭാഗമായിട്ട് മരങ്ങൾ കുറേ മുറിച്ച് മാറ്റപ്പെട്ട് വന്നപ്പോൾ പൊതു താല്പര്യം വന്നു. ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കാതെ ഇത് മൂല്യം വളരെ അമൂല്യമാണ്, അതുകൊണ്ട് തന്നെ ഇത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതു താല്പര്യ ഹർജി വന്നപ്പോൾ അവരൊരു പ്രത്യേക ശാസ്ത്രീയ കമ്മിറ്റി തന്നെ നിയോഗിച്ചു ഇത് പഠനം നടത്താം. അപ്പോൾ അവർ പഠനം നടത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഈ പറഞ്ഞ പോലെ 100 വർഷം ആയുസുള്ള ഒരു വൃക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ ഇത് എന്ന് പറയുന്നത് 75 ലക്ഷം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കുറേ കൂടി കൃത്യത. ഞാൻ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക മൂല്യങ്ങൾ തിട്ടപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, അത് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രില്യൺ ഡോളറിൻ്റെ കണക്കിൽ GDP-യേക്കാൾ വളരെ ഉയർന്ന സേവനങ്ങളാണ് ലോകത്താകമാനമുള്ള വൃക്ഷസമ്പത്തുകളും ജൈവ വൈവിധ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ക്രമേണ കുറഞ്ഞു വന്നിരിക്കാം. ഒരു കാലഘട്ടത്തിൽ GDP-യുടെ ഇരട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇരട്ടി എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചന ഗ്ലോബലായിട്ട് തന്നെ ഉണ്ട്. ഇത്രയുമാണ് ഞാൻ അഭിമുഖമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കും. ആദ്യമായിട്ട് ഞാൻ വിദ്യാസാരമായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ മുഹമ്മദ് റാഫി സാറ് എത്തിയിട്ടുണ്ട്. ചിമ്മണി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സ്പീച്ച് അദ്ദേഹത്തോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പഠന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രാധാന്യവും വിശദമായിട്ട് തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ കെ വിദ്യാസാഗറെ ക്ഷണിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അധ്യാപകനാണ്, കരിമൂരാണ്.